ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് എന്താണ് പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആ നിമിഷം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് മറ്റു വ്യക്തികളോട് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മറ്റു വ്യക്തികളോട് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ മറ്റു വ്യക്തികളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ 6 ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ്. ഓക്കെ, പേജ് ഓഫ് കപ്സ്, ദ ചാരിയറ്റ് കാർഡ്, 6 ഓഫ് പെന്റക്കിൾ, 10 ഓഫ് സോർഡ്സ്, 8 ഓഫ് wands, King of Cups, 6 of Swords, 2 of Cups, King of Wands, King of Pentacles, Wheel of Fortune. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 6 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് പെന്റക്കിൾസ്, 6 ഓഫ് സോർഡ്സ്, ഈ 3 കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് പെന്റക്കിൾസ് അടുത്തടുത്ത് വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 3 ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ള വ്യക്തികളോട് നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഓവറോൾ കാർഡുകൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ള ആളുകളോട് നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കുമ്പോൾ കൂടുതലായിട്ടും അത് ഇമോഷണലി ആയിട്ടുള്ള ഇമോഷണൽ സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ റെസ്പെക്റ്റ്, കുറ്റബോധം എന്നിങ്ങനെ കുറേ ഇമോഷൻസ് മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി പറയുന്നതിനേക്കാൾ ഒരു പ്രത്യേക അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥാനം വഹിച്ച ഒരു വ്യക്തി എന്ന രീതിയിലാണ് അവർ പറയുന്നത് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഓരോരോ കാർഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ 6 ഓഫ് കപ്സും അതുപോലെ പേജ് ഓഫ് കപ്സ് 2 കാർഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് വളരെ സ്പെഷ്യൽ ആയിരുന്നു എന്ന് തന്നെയാണ് അവർ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു ഇമോഷണൽ ബോണ്ട് ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു കാര്യം അവർ മറ്റുള്ളവരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ സുഹൃത്തുക്കളോടൊക്കെ പറയാം, ആ ഒരു വ്യക്തി വളരെ നല്ലൊരു വ്യക്തിയാണ്, നല്ലവളാണ്, അല്ലെങ്കിൽ നല്ലവനാണ്, വളരെ ജെന്യുവിനാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന എനർജീസാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നമുക്ക് വരുന്ന കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചാരിയറ്റ് കാർഡ് വരുന്നുണ്ട്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു കാർഡുകൾ നോക്കാം. 2 ഓഫ് കപ്സ് നോക്കാം. 2 ഓഫ് കപ്സും പിന്നെ കിങ് ഓഫ് കപ്സും നമുക്ക് വരുന്നുണ്ട്. ഈ രണ്ട് കിങ് ഓഫ് കപ്സ്. ഓക്കെ, 2 ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും ഈ ഒരു 2 കാർഡുകൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഇമോഷണൽ ബോണ്ട് ആയിരുന്നു എന്ന് വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാർഡുകളാണ് ഈ 2 കാർഡുകൾ. ഫസ്റ്റിലത്തെ കാർഡ് 6 ഓഫ് കപ്സും പേജ് ഓഫ് കപ്സും. ഈ ഒരു 4 കപ്സിന്റെ കാർഡ് വരുമ്പോൾ തന്നെ നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് അവർക്ക് നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു ഫീലിങ്സുകൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഡീപ്പായ ഇമോഷൻസ് നിങ്ങളോടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ പറയാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് മറ്റുള്ളവരോട്. അപ്പൊ അതിനാൽ തന്നെ ചിലപ്പോൾ അവർ മറ്റുള്ളവർ പറയാം ഈ ഒരു ബന്ധം അവർക്ക് വളരെ ഒരു മീനിങ് ഫുൾ ആയിരുന്നു, അവരുടെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു ബന്ധമാണ് എന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത്. പിന്നെ ചാരിയറ്റ് കാർഡും അതുപോലെ കിങ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് നമുക്കിവിടെ വരുന്നുണ്ട്. ചാരിയറ്റ് കാർഡും കിങ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും
നിങ്ങൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന അതുപോലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഈ ഒരു പേഴ്സൺ മറ്റുള്ള ആളുകളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. യാതൊരു രീതിയിലും ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പറ്റിച്ചുകൊണ്ട് പോകാനോ ഒന്നും പറ്റുന്ന ഒരാളല്ല. നിങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് നിങ്ങളെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു പറ്റിക്കപ്പെട്ടു നിങ്ങൾ, പക്ഷെ നിങ്ങൾക്കത് അറിയാം ഈ ഒരു പേഴ്സൺ പറ്റിക്കാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കുന്നതല്ലാതെ അറിയാതെ ഒരാൾക്കും നിങ്ങളെ പറ്റിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പറയാനായിട്ട് അവർ പറയുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്ന രീതിയിലാണ് അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് മറ്റു വ്യക്തികളോട്. പിന്നെ നമുക്കിവിടെ 6 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒത്തിരിയധികം എഫേർട്ട് ഇട്ട ഒരു വ്യക്തിയായിരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളാണ് ഈ ഒരു ലൈഫിൽ മൊത്തത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങളാണ്. നിങ്ങളുടെ എഫേർട്ട് കൊണ്ടാണ് ഇവിടം വരെ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കായി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ യാതൊരു എഫേർട്ടും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല. നിങ്ങൾ ഒത്തിരി എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ. എങ്കിൽ കൂടിയും അത് ഒരു ഘട്ടം എത്തിയപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ഫെഡപ്പായ ഒരു അവസ്ഥയിലേക്ക് പോയി, മടുത്തു എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും നിങ്ങൾ ആ എഫേർട്ടും കാര്യങ്ങളൊക്കെ വിട്ടുകളയുകയും ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി പോയി. ഈ ഒരു പേഴ്സൺ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അല്ല എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവരിനി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ടൊക്കെ ഇട്ട് വരട്ടെ എന്ന രീതിയിൽ നിങ്ങളൊന്ന് മാറി. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷനിലേക്ക് പോയി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് എഫേർട്ട് ഇട്ട ഒരു വ്യക്തി നിങ്ങളാണ് എന്ന് പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വലിയ എഫേർട്ട് ഒന്നും ഇട്ടിട്ടില്ല, ഈ ഒരു എൻ്റെ പാർട്ട്ണറാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, ഇത്രയും വരെയൊക്കെ ഞങ്ങൾ ഓടിയത് ഈ ഒരു പേഴ്സൻ്റെ ഇതുകൊണ്ടാണ് എന്ന രീതിയിൽ പറയാനാണ് പറയുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ 3 ഓഫ് പെന്റിക്കിൾസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇതും ഒരു വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരുന്നു നിങ്ങൾ എന്ന് അവര് മറ്റുള്ളവരോട് നിങ്ങളെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ കെയറിങ്ങും സപ്പോർട്ടീവുമായിരുന്നു. നിങ്ങളായിട്ട് ഈ റിലേഷൻഷിപ്പിൽ യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റു വ്യക്തികളോട് ഇവർ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും എഫേർട്ട് ഇടാതിരുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവർ കെയർ ചെയ്യാതിരുന്ന സമയം ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് വന്നുപോയ മിസ്റ്റേക്കുകളും കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് എന്നാണ് ഈ ഒരു പേഴ്സൺ മറ്റ് ആളുകളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇപ്പോ അവരുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു 6 ഓഫ് സോർഡ്സിന്റെ കാർഡ് കാണുന്നത്. 6 ഓഫ് സോർഡ്സ് ആണ് ഇപ്പൊ അവർ ഏത് സിറ്റുവേഷനിലാണോ ഇരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നതിന് ശേഷം ഒരു തേർഡ് പാർട്ടിയിലേക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ 6 ഓഫ് സോർഡ്സ് കാണിച്ചു തരുന്നത്. അവർ സ്ലോ ആയിട്ടൊരു ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ഇവിടെ നമുക്ക് 6 ഓഫ് കപ്സ് ഉണ്ട്. 6 ഓഫ് കപ്സ് ഉള്ളത് കൊണ്ട് തന്നെ പഴയ ആ ഒരു മെമ്മറീസ് അവർക്ക് പലപ്പോഴും അവരുടെ ഉള്ളിലേക്ക് ഓർമ്മകളായിട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൂവ് ഓൺ ചെയ്ത്, അപ്പോൾ ഈ ഒരു ചെറിയ സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയേക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ കുറേയേറെ കാരണങ്ങളും ചിലപ്പോൾ അവർക്ക് ഉണ്ടാകാം, കുറെ ന്യായീകരണങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കാം. എന്താണെങ്കിലും അവർ മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പരമാവധി അവർ മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് മനസ്സുകൊണ്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് 6 ഓഫ് കപ്സ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മകൾ, ആ ഒരു പാസ്റ്റിലെ ഓർമ്മകൾ അവരിലേക്ക് വരുന്നു. അവർക്ക് അങ്ങനെ അത് വേണ്ട എന്ന് വെച്ച് പോകാനായിട്ട് കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡെസ്റ്റിനി പോലെയാണ് തോന്നുന്നത്. നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡ് വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നത് ഈ ഒരു കണക്ഷൻ വളരെ ഫെയ്റ്റ് ആണ്, ഒരു വിധി പോലെ തോന്നുന്നു എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ പറയാം ഇത് ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അവരും അങ്ങനെ
മറ്റു ആളുകളോട് പറയുന്നുണ്ടാകാം. ഇങ്ങനെ ഇതൊക്കെ എൻ്റെ ലൈഫിലേക്ക് ഇത്രയും സ്നേഹം കൊണ്ട് ഒരാൾ കടന്നു വരേണ്ടതും അങ്ങനെ അവരുടെ ആ ഒരു സ്നേഹവും മെമ്മറീസും ലവും കെയറും ഒക്കെ എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത് തന്നെ വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്ന രീതിയിൽ ഈ ഒരു വ്യക്തി മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി സെപ്പറേഷനിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നമുക്കിവിടെ 8 ഓഫ് വൺസ് കാണിച്ചു തരുന്നത്. വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ, ഫ്യൂച്ചറിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വീണ്ടും ഉണ്ടാകാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ ഇപ്പോഴും അവരുടെ മൈൻഡിൽ ഉണ്ടെന്നാണ് ഈ ഒരു റീഡിങ്ങിൽ, ഓവറോൾ റീഡിങ്ങിൽ നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഫയർ എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഫ്യൂച്ചറിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു നിങ്ങളെന്ന വ്യക്തി വളരെ നല്ലൊരു പേഴ്സൺ ആണ്, വളരെ കെയറിങ് ആണ്, സപ്പോർട്ടീവ് ആണ് എന്ന രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ള ആളുകളുടെ അടുത്ത് പറയുന്നുണ്ടാകാം. എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് എനിക്ക് എൻ്റെ പേഴ്സണെ വീണ്ടെടുക്കണം എന്ന രീതിയിലൊക്കെ നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എങ്ങനെയാണേലും ഓവറോൾ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ള ആളുകളോട് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നില്ല. പകരം നിങ്ങൾ നല്ല മനസ്സുള്ള, ഒരു കെയറിങ് ആയിട്ടുള്ള, ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറയാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് പറയുന്നത്. കൂടാതെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് റിഗ്രറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവരുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു റിഗ്രറ്റ് കൊടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളെ ഓർക്കുന്ന ഒരു മൊമെന്റ്സ് ഇപ്പോഴും ഇവരുടെ മനസ്സിലുണ്ട്. അവരുടെ മനസ്സിൽ ചില സമയങ്ങളിൽ പഴയ ഓർമ്മകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ അവർ ചിലപ്പോൾ ഒരു സൈലന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് പോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് കാർഡിൽ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. മനസ്സിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇപ്പോഴും അവർക്ക് നിങ്ങളോടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് കോർണറിൽ ഇപ്പോഴും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പുറത്ത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കാൻ ശ്രമിച്ചാലും ഉള്ളിൽ ഇമോഷൻസ് ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുന്നതാണ് എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഡീപ്പായിട്ടുള്ള രീതിയിലുണ്ട്. പക്ഷെ അത് അവർ പുറത്ത് കാണിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകാം. ഇപ്പോൾ അവർ കംപ്ലീറ്റ്ലി ഒരു ആക്ഷൻ എടുക്കാതിരിക്കുന്നത് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. എന്ത് ചെയ്യണം, വീണ്ടും ഒരു കോണ്ടാക്ട് ചെയ്യണമോ ഇല്ലയോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു എനർജിയാണ് അവരിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളിലേക്ക് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരു ആക്ഷൻ എടുക്കാതിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചിലപ്പോൾ അവരുടെ ഈഗോ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സൈലൻസ് വന്നു പോയി ഇത് കുറേ നാളുകൾ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിലവരെ സംബന്ധിച്ചൊക്കെ നോക്കുവാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു ദിവസം മിണ്ടാതിരുന്നു, അത് പിന്നീട് ഒരാഴ്ചയായി, ഒരു മാസമായി, അങ്ങനെ മാസങ്ങൾ കടന്നു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയാത്ത രീതിയിൽ ആയിത്തീർന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസ്റ്റൻസും ഇതിനൊരു കാരണമാണ് എന്നാണ് കാണുന്നത്. അപ്പം ഇതെല്ലാം ഉണ്ട് ഈ ഒരു പേഴ്സണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, ഇമ്മീഡിയറ്റ് ഒരു ആക്ഷൻ വേണം എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വീണ്ടും ഉണ്ടാകാൻ എന്തായാലും നമുക്കിവിടെ ചാൻസ് കാണുന്നുണ്ട്. നമുക്കിവിടെ 8 ഓഫ് വൺസ് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ എനർജി ഫ്യൂച്ചറിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോണ്ടാക്ട് വരാനുള്ള ഒരു ചെറിയ ചാൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ്. അവർക്ക് കുറച്ച് കറേജും അവരുടെ അതുപോലെ സിറ്റുവേഷൻസും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വരാനുള്ള ഒരു സമയം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഫീലിങ്സ് ഉണ്ട്. കംപ്ലീറ്റ്ലി ആ ഒരു ഫീലിങ്സും കാര്യങ്ങളും ഡിസപ്പിയർ ആയിട്ടില്ല. ഓർമ്മകളും ഇമോഷൻസും ഇപ്പോഴും ഉണ്ട് എന്നാണ്. എന്നാൽ കുറച്ച് കൺഫ്യൂഷൻസും ഫിയറും ഒക്കെ ഈഗോയൊക്കെ ഉള്ളത് കാരണം അവരിങ്ങനെ സൈലന്റായി മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ കോണ്ടാക്ട് വരാനായിട്ട് എന്തായാലും നമുക്കിവിടെ ഒരു ചാൻസ് കാണുന്നുണ്ട്. ആ ഒരു എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ സഡൻലി ആയിരിക്കും ആ ഒരു കോണ്ടാക്ട് വരിക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. സഡൻലി ആയിരിക്കും, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കോണ്ടാക്ട് വന്നാൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് 2 കാര്യങ്ങൾക്കായിരിക്കും അവർ ഈ ഒരു കോണ്ടാക്റ്റുമായിട്ട് നിങ്ങളിലേക്ക് വരാൻ ചാൻസ്. ഒന്ന്, ഒരു ക്ലോഷർ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി, ഇതിലേതെങ്കിലും ആയിരിക്കും. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീർത്ത് പോകാനായിട്ട്, ഓക്കെ നമ്മളിവിടെ വെച്ച് നിർത്തുന്നു എന്ന് പറഞ്ഞ് പോകാനായിട്ടായിരിക്കും വരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്,
അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള സമയത്ത് ഇന്നയുടെ ഡിസിഷൻസ് എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാരിറ്റി തരാൻ. ഈ രണ്ട് കാര്യങ്ങൾക്കായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സംസാരിച്ച റിലേഷൻഷിപ്പ് റിപ്പയർ ചെയ്യാൻ കഴിയുമോ എന്ന രീതിയിലൊക്കെ നിങ്ങളോട് ചോദിച്ച് അറിയാനായിട്ട് അവർ ശ്രമിക്കും. അങ്ങനെ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്കുണ്ട് എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഒത്തിരി ഒരു കുറ്റബോധമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ഒരു മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ കാര്യങ്ങളിൽ ചിലത് ഒരു ചിന്തിക്കുന്ന സമയത്ത് ഒത്തിരി ഒരു റിഗ്രറ്റ് ഫീലിംഗ്, കുറ്റബോധം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു കോൺവെർസേഷൻ എപ്പോഴും ഒരു ഇമോഷണലി ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ടൈം എപ്പോൾ ഒരു കോണ്ടാക്ട് ലഭിക്കുമെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എക്സാക്ട് ടൈം പറയാനായിട്ട് സാധിക്കുന്നില്ല. സഡൻ ആയിട്ട് ഉള്ളൊരു കോണ്ടാക്ട് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇനി നടക്കില്ല, ഇത് ഒരു കോണ്ടാക്റ്റും എനിക്ക് ലഭിക്കില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു മൂമെന്റ് വരെ ചിലപ്പോൾ പോയതിനു ശേഷം ഒരു കോണ്ടാക്ട് വരും. അപ്പോൾ ഒരു പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തതുപോലെ സഡൻ ആയിട്ട്, അതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഒരു സമയം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും പ്രധാനമായത് നിങ്ങളുടെ പീസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഫ്യൂച്ചറിൽ കമ്മ്യൂണിക്കേഷൻ വന്നാലും നിങ്ങൾക്ക് ക്ലിയർ മൈൻഡായി നിൽക്കുകയാണെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഡൗൺ ആയി നിങ്ങളുടെ എനർജി മൊത്തം ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോകുന്നു, അതിനുശേഷം നിങ്ങൾ കൺഫ്യൂഷനിലേക്ക് പോകുന്നു, ടെൻഷൻ, ആൻസൈറ്റി, ഇങ്ങനെയൊക്കെ വളരെ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പോയതിനു ശേഷം ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റുമായിട്ടോ കമ്മ്യൂണിക്കേഷനായിട്ടോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് വൈബിൽ പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയത് ഇതാണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഇംപ്രഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അവർക്ക് നല്ലൊരു സ്നേഹത്തോടു കൂടിയ ഒരു ഇംപ്രഷൻ തന്നെയാണുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊരു മോശക്കാരനായിട്ടോ മോശക്കാരിയായിട്ടോ ഒന്നും മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് വളരെ ഒരു കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ പല കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന രീതിയിൽ മറ്റുള്ള ആളുകളോട് പറയാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ എല്ലാ വ്യക്തികൾക്കും കുറച്ച് പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ ഉള്ള വ്യക്തികളുണ്ട്. എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. എങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ചെറിയ കൊച്ചു കാര്യങ്ങൾ പോലും അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരോട് പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രയും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളും വന്നിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഒരു കുറ്റബോധം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന പേഴ്സൺസ് സെപ്പറേഷനിലാണ്, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ വേണ്ടിയിട്ടായിരിക്കും. ഒന്ന്, ഒരു ക്ലോഷറിന് വേണ്ടിയിട്ടായിരിക്കാം അവർ വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി നൽകി ഈ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിരിക്കും. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ രീതിയിൽ അവരൊരു കമ്മ്യൂണിക്കേഷനുമായി നിങ്ങളിലേക്ക് വരട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു സന്തോഷകരമായി മുന്നോട്ട് ആ ഒരു റിലേഷൻഷിപ്പ് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി എടുത്ത് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൈ ഹാർട്ട് ഈസ് ഫുൾ ഓഫ് യു. ഓക്കെ, അവരുടെ ഹൃദയം മുഴുവൻ നിങ്ങളാണ്, അവരുടെ ഹൃദയം മുഴുവൻ നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഐ പ്രോമിസ് യു ദിസ്, ഐ വിൽ ഓൾവേസ് ബി ദെയർ ഫോർ യു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരികയാണ്, ഞാൻ എപ്പോഴും നിനക്ക് വേണ്ടി ഇവിടെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾ ഇനി മൂവ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളോട് പറയുകയാണ്, എന്ന് നീ തിരിച്ചു വന്നാലും നിനക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളൊരു കാര്യം. ഐ മിസ് യു എവറി ഡേ. ഓരോ ദിവസവും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്.
യു ലിവ് ഇൻ മൈ തോട്ട്സ്, ഇൻ മൈ പ്രേയേഴ്സ് ആൻഡ് ഇൻ എവറി ബീറ്റ്സ് ഓഫ് മൈ ഹാർട്ട്. ഓക്കെ, നീ ഇപ്പോഴും എൻ്റെ ലൈഫിൽ, എൻ്റെ ചിന്തകളിൽ ജീവിക്കുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനകളിൽ ജീവിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ ഇടിപ്പിലും തുടിപ്പിലും നീ ഇന്നും ജീവിക്കുന്നു ഉണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ പറയണം. അതായത് അവർ നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, യു ആർ മൈ സോൾമേറ്റ്. ഓക്കെ, അവരുടെ ഒരു സോൾമേറ്റ് ആണ് നിങ്ങൾ എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓക്കെ, നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും വളരെ വിലപ്പെട്ട വിലയേറിയ നിമിഷങ്ങളായിരുന്നു എന്ന് അവർ പറയുകയാണ്. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, കുറെ ആളുകൾക്ക് ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. യു മേക്ക് മീ ഹോപ്പ്ഫുൾ. ഓക്കെ, ജീവിതത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തി നിങ്ങളാണ് എന്ന് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സോൾ മെസ്സേജസ് ആണ് നമുക്ക് ഇടുന്നത്. കുറച്ച് ക്ലൂസും കൂടെ എടുക്കുക. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് സ്റ്റോറി. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് സ്റ്റോറി. ഓക്കെ, ഫസ്റ്റ് ക്ലൂ 1987 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. 1982 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഫീൽഡ് എന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ എഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 29 നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എൻ. നമ്പർ 25 നവംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ വി. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. യോഗയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 49, നമ്പർ 22, 1989, 1984. ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒക്കെ അത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ കാണാറുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ക്രേസ് ഉള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. വൈറ്റ് കളർ. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ടോക്കറ്റീവ്, ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആകാം. എൻകറേജസ് യു, നിങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ടാവാം. റൈഡിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നമ്പർ 10 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 42 കിട്ടുന്നുണ്ട്. 48 hours എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശയൊക്കെ പറയുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമാകാൻ ചാൻസ് ഉണ്ട്. 1987 വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 29. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിൽ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.